നാടാകെ ദേവീ മന്ത്രങ്ങൾ ഉയരുമ്പോൾ പതിനായിരങ്ങൾ ആറ്റുകാൽ ദേവിയെ കാണാനായി അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഇങ്ങ് ചെറുവത്തൂരിലും ഭക്തിയുടെ പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞു പോകും. വർഷങ്ങളോളം ദേവീ സന്നിധിയിൽ പൊങ്കാല അർപ്പിച്ച അജിത 3 വർഷമായി സ്വന്തം വീട്ടുമുറ്റത്താണ് പൊങ്കാലയെടുപ്പ് ഒരുക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയായിരുന്ന അജിത സ്ഥിരമായി ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുമായിരുന്നു. പിന്നീട് സ്ഥലം മാറ്റം കിട്ടി നാട്ടിലെത്തിയപ്പോഴും ഇവർ ദേവിക്ക് നിവേദ്യമൊരുക്കുന്ന പതിവ് മുടക്കിയിട്ടില്ല. അമ്മ ആറ്റുകാലമ്മ പ്രസാദിക്കുന്നില്ലൊരാഗ്രഹത്തിൽ ഇട്ടപ്പോൾ ശരിക്കും കരഞ്ഞു പോവും. അത് ഇടുന്ന സമയത്തും പോറ്റിയോട് സംസാരിക്കുകയും ഇവിടെ വീട്ടിൽ തന്നെ പൊങ്കാലയിടാൻ അങ്ങനെ ചെയ്യാൻ പറ്റും, വ്രതങ്ങൾ നോറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഇടാൻ കഴിയും. അപ്പോൾ എനിക്കൊരു സംശയമായി. കാരണം നമ്മളിവിടുന്ന് പൊങ്കാല ഇടുകയാണെങ്കിൽ അത് തീർത്ഥം തെളിക്കുന്നൊരു ഇതുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചോദിച്ച സമയത്ത് അടുത്തുള്ള അമ്പലങ്ങളിൽ പോയി രാവിലെ തീർത്ഥം വാങ്ങി തീർത്ഥം അവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് തീർത്ഥം തെളിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞത്. പൊങ്കാലയുടെ പുണ്യവും ദേവീ കടാക്ഷവും അനന്തപുരിയിലെ ദേവീ സന്നിധിയിൽ നിന്നും വീരഭദ്രന്റെ സന്നിധിയായ ചെറുവത്തൂരിലും എത്തുമെന്ന വിശ്വാസത്തിലാണ് ഈ കുടുംബവും നാട്ടുകാരും. തിരുവനന്തപുരത്തെത്തിയാൽ ആറ്റുകാൽ നടയിലെത്താതെ മടങ്ങുന്നത് ഈ കുടുംബത്തിന് ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. വരും വർഷങ്ങളിലും ഈ രീതിയിൽ തന്നെ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാനാണ് അജിതയുടെ തീരുമാനം. ശ്രീപത്മനാഭന്റെ മണ്ണ് മാത്രമല്ല, കാതങ്ങൾ ദൂരെയുള്ള കാസർഗോഡും കാത്തിരിക്കുകയാണ് പണ്ടാരെടുപ്പിലേക്ക് അഗ്നി പകരുന്ന ആ നിർമ്മല മുഹൂർത്തത്തിനായി. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.